ഇങ്ങനെയുള്ളവരൊക്കെ തിരിച്ചറിയണ്ടേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി അവൻ ഫ്രോഡാ. കാശും സ്വർണമൊക്കെ കൊണ്ടുപോയി. സാരമില്ല, വേറെ ഒന്നും പറ്റിയില്ലല്ലോ. നോക്ക്, 17 വർഷം കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെയൊക്കെ വലുതാണോ ഇന്നലെ കണ്ട ആ സുഹൃത്ത്? നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദി. തിരിച്ചു വന്നു. തിരഞ്ഞെടുപ്പിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കാട്ടാക്കട പഞ്ചായത്തിലെ കുരുതങ്കോട് വാർഡിലെ UDF സ്ഥാനാർത്ഥി മികച്ച നടനാണ്. പ്രൊഫഷണൽ നാടക രംഗത്തു നിന്നും ടെലിവിഷൻ സീരിയലുകളിൽ നിന്നുമായി സംസ്ഥാന അവാർഡ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള R. സുദർശൻ ആണ് ഇവിടത്തെ UDF സ്ഥാനാർത്ഥി. കുട്ടികളുടെ നാടക പ്രസ്ഥാനങ്ങളിലൂടെ കലാരംഗത്തെത്തിയ സുദർശനൻ അമച്വർ പ്രൊഫഷണൽ നാടകങ്ങളിലൂടെ ഇതിനോടകം ആയിരക്കണക്കിന് വേദികളിൽ തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. 1993 അതുല്യ അവതരിപ്പിച്ച അന്ന കരീന എന്ന വിശ്വവിഖ്യാത കൃതിയുടെ നാടകാവിഷ്കരണത്തിന് കേരള സർക്കാരിന്റെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് സുദർശനെ തേടിയെത്തിയിരുന്നു. 2014 അക്ഷരകലയുടെ സ്നേഹസാന്ത്വനം എന്ന നാടകത്തിനും സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടനുള്ള പുരസ്കാരവും ഇതേ വർഷം തന്നെ ഗുരുപൂജ പുരസ്കാരവും സുദർശന് ലഭിച്ചു. കാലാകാലങ്ങളായി LDF ഭരിക്കുന്ന കുരുതങ്കോട് വാർഡിന് സുദർശനിലൂടെ ഒരു മാറ്റം കൊണ്ടുവരാം എന്ന ശുഭപ്രതീക്ഷയിലാണ് UDF ഈ കലാകാരനുമായി രംഗത്തെത്തിയത്. ഭവന പദ്ധതി നടത്തിപ്പിലെ കാര്യസ്ഥത, നടവഴികളിലൂടെയും ഗ്രാമീണ റോഡുകളുടെയും ശോചനീയാവസ്ഥകൾ, കുളങ്ങളുടെയും തോടുകളുടെയും നവീകരണത്തിലെ അലംഭാവം തുടങ്ങി കുരുതംകോടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള പോരാട്ട സമരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സുദർശനൻ കാണുന്നത്. കലാകാരൻ എന്ന നിലയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ അത് എൻ്റെ ഒരു പ്രതിബദ്ധതയാണ്. കലാകാരൻ്റെ പ്രതിബദ്ധതയാണ്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കി കാണുക, അതിനെതിരെ പ്രതികരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയവും നമ്മുടെ സാംസ്കാരികവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ കുറവാണ്. പൊതുജന നന്മയും പൊതുജനങ്ങൾക്ക് ആവശ്യമായ നാടിൻ്റെ നന്മയും ഒക്കെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും സാംസ്കാരിക പ്രവർത്തകനായാലും ആവശ്യം. പ്രതികരിക്കുക എന്നുള്ളത് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ കടമയാണ്. ഞാൻ അങ്ങനെ ഏറ്റവും വലിയ പ്രതികരണ വേദിയായ നാടകത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് ഇവിടെ അത് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ കാണുന്ന ദുരന്തമായ ധാരാളം അവസ്ഥകളുണ്ട്. അതിൽ നിന്നൊരു മോചനം ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. വികൃതമായ ഈ കാലത്തിന് ചേരാത്ത, അത് കാലത്തിനൊത്ത വളർച്ചയില്ലാത്ത ഒരുപാട് പ്രവണതകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ഇതിനെതിരെ അവരെ ധൈര്യത്തോടുകൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, യുവജനങ്ങൾക്ക് ആവശ്യമായ പ്രശ്നങ്ങൾക്ക് ഇടപെടുക, അവരുടെ ആവശ്യങ്ങൾ അറിയാൻ ഒരാളുണ്ടാവുക, അത് കേൾക്കാൻ ഒരാളുണ്ടാവുക, അത് കഴിയുന്നത് നടത്തിക്കൊടുക്കാൻ ഒരാളുണ്ടാവുക. അങ്ങനെ ഒരാളായി മാറണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ റോഡ്, കളിക്കളങ്ങൾ, കുളങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഈ നാട്ടിൽ ആവശ്യമുണ്ട്. ഇതൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമായി ഞാൻ ഏറ്റെടുക്കുകയാണ്. വികസന മുരടിപ്പുകളും വാർഡിലെ ശോചനീയ അവസ്ഥകളും ചൂണ്ടിക്കാട്ടി UDF പ്രചരണം കൊഴുപ്പിക്കുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി നാടക ടെലിവിഷൻ കലാകാരൻ എന്ന നിലയിൽ കുടുംബ സദസ്സുകളിൽ ഉൾപ്പെടെ മറ്റൊരു സ്വീകാര്യത സുദർശന് ലഭിച്ചിട്ടുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വരും തലമുറയുടെ അവരുടെ സമ്പുഷ്ടീകരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും നാളിതുവരെ ഇവിടെ നടന്നിട്ടില്ല. ഇത് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക്, ഒരു മുഴുവൻ സമയ കലാകാരൻ എന്ന നിലയ്ക്ക് എൻ്റെ പെട്ടെന്ന് ചെറിയ സങ്കടങ്ങളിൽ അധികമായ ദുഃഖവും ചെറിയ സന്തോഷങ്ങളിൽ വലിയ സന്തോഷങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്ക് വേദനകൾ സമ്മാനിച്ചൊരു അനുഭവം ഇതിനകത്ത്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു എന്തൊക്കെ കിട്ടിയ, ഞാനൊരു സാധാരണ ഒരു കലാകാരൻ പറയുന്ന പോലില്ല. 2 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരവും ഒക്കെ കിട്ടിയ അത്യാവശ്യം സംസ്ഥാന തലത്തിൽ കുറച്ച് പേരുള്ള ഒരാളാണ്. അയാളുടെ ഒരു വാക്ക് പറയുമ്പോൾ ഒരു വാക്കായി പോകാതെ 100% ആത്മാർത്ഥത കൂടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ വാർഡിലുണ്ട്. അത് ഒരു പരിഹാരം ചെയ്യാൻ എന്തെങ്കിലും ഒരു തുടക്കം കുറിക്കാൻ എന്നെ കൊണ്ടാവുന്നതല്ല ഞാൻ ചെയ്യും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ എൻ്റെ ജനങ്ങളോട്, എൻ്റെ വാർഡിനോട് നൽകുന്ന എൻ്റെ മറുപടി.
നാടും നാടകവും പരസ്പര പൂരകമാണെന്നും നടൻ എന്ന നിലയിൽ നാടകവും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നാടിനെയും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസവും ഈ കലാകാരൻ പങ്കുവയ്ക്കുന്നു. നാടകരംഗം നമ്മൾ വിട്ടുപോകുന്നില്ല. നാടകം ഇപ്പോൾ മെമ്പറായി സേവനമനുഷ്ഠിക്കുന്നതിന് നാടകം ഒരു തടസ്സമേ ആകുന്നില്ല. പോകാൻ തീർച്ചയായിട്ടും പറ്റും. നാടകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ്, ഒരു തൊഴിലാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് മാറ്റമില്ല പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ ഉചിതവും. അത് ഒരു ഭംഗികേടെയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. LDF സ്ഥാനാർത്ഥിയായി കൃഷ്ണൻകുട്ടിയും BJP സ്ഥാനാർത്ഥിയായി രമേഷ് കുമാറും തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ സജീവമാണ്. വർത്തമാൻ ഇലക്ഷൻ ഡെസ്ക്.